ജോസഫേ, ഞാൻ പള്ളിയിലോട്ട് നടക്കുന്നില്ല വീട്ടിലാണ് കാണാൻ. ഞാനിവിടെ വീട്ടിലുണ്ടടാ, മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? മെനി ഹാപ്പി റിട്ടേൺസ് ടു ഡേ. ഞാൻ പോലും മറക്കുന്ന എന്റെ ബർത്ത്ഡേ കുരച്ചൻ ഓർത്തിരുന്നല്ലോ, അത് മതിടാ. കർത്താവുമ്പരാൻ ജനിക്കുന്ന തലേ ദിവസമല്ലേ നിന്റെ ജനനം, പിന്നെ ഞാൻ എങ്ങനെ മറക്കും? നാളെ എന്താ പരിപാടി? പ്രായമായി ഞാൻ ഇനി എന്താഘോഷിക്കാനാണ്? പിള്ളേരെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്തോ സർപ്രൈസ് തരാനാന്ന് തോന്നുന്നു. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പുറത്തായതുകൊണ്ട് നമ്മുടെ ആഘോഷമൊക്കെ കണക്കാ. നീ ആഘോഷിക്കേ, വിശേഷങ്ങളൊക്കെ പറയണേ. ഓക്കേടാ. ബലൂൺ ഇങ്ങെടുത്ത്. ഇപ്പോഴോ? ഈ സമയത്തോ? നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയമല്ലേ മോളെ? ഞാൻ കേക്കിങ് എടുക്ക്. കുടിക്ക്. ഹലോ, സോളി. ഏയ്, അത്ര വലിയ ഫംഗ്ഷൻ ഒന്നും അല്ല ഇവിടെ. നിനക്കറിയാലോ, നോയമ്പൊക്കെ അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവർ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. ആടി, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് കൂടാ. ശരി ശരി, ഓക്കെ. എടി, അപ്പച്ചൻ എന്തി? അപ്പച്ചൻ ഒരുങ്ങുവാ. ഇതുവരെ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ അപ്പച്ചനല്ലേ? ഇപ്പോഴും വിചാരം 17 വയസ്സെന്നാ. പിന്നെ രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാം. പ്രമോഷന്റെ ചെലവ് ഈ ഒരു കേക്ക് തീർക്കാന്ന് പ്രതീക്ഷിക്കണം. എടി ചെയ്യാടി, നമുക്ക് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാം. അപ്പച്ച ഇങ്ങോട്ട് വാ, ഒരു കഷ്ണം കേക്ക് കഴിക്കാം. എന്നാടി, അപ്പച്ചനാണ് ഷുഗർ അല്ലേ? പിന്നെ ഒരു കഷ്ണം കേക്ക് കഴിച്ചെന്നും പറഞ്ഞ് ഷുഗർ ഒന്നും കൂടത്തില്ല. വാ അപ്പച്ച, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ക്രിസ്മസ് എന്ന് പറയുമ്പോ ഉണ്ണീശുവിന്റെ പിറന്നാളല്ലേ, പിന്നെ എല്ലായിടത്തും സാന്റാക്ലോസിന്റെ പടം മാത്രം വെക്കണെന്താ? ചിലതൊക്കെ എല്ലാവരും മറക്കും മോളെ. ഉണ്ണിയേശുവിനെ നമുക്ക് മറക്കണ്ട. എന്റെ മോക്ക് സന്തോഷമായോ? ഹലോ. ജോസഫ്, എന്തായി നിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ? ഒന്ന് പോണേ, ഈ പ്രായത്തില ബർത്ത്ഡേ ആഘോഷിക്കും. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെക്കേണ്ട, നമ്മളെ വിട്ടു പോയില്ലടാ. നീ വീട്ടിൽ ഞാൻ ചടഞ്ഞു കൂടിയിരിക്കാതെ പിള്ളേർ വൈകിട്ട് കരോളിന് പോകുന്നുണ്ട്, നമുക്ക് അവരോടൊപ്പം പോവാം. ഈ പ്രായത്തില ഇനി കരോള് പ്രായം ഒന്ന് പോടാ. നമ്മളെക്കാൾ പ്രായമുള്ളവർ ഇവിടെ സൂപ്പർ സ്റ്റാറുകളാണ്. നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു വൈ പഠിക്കാം.
എടാ ജോസഫേ, നീ ഓർക്കുന്നുണ്ടോ ഈ ആറിനക്കരെ എത്രയോ വീടുകളിലാണ് നമ്മൾ കരോളിന് പോയിട്ടുള്ളത്? ഈറ കൊണ്ടുണ്ടാക്കിയ നക്ഷത്രക്കാലം പിടിച്ച് കരോളിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന അതൊരു ഗമ തന്നെയായിരുന്നു. ഇന്നലെ കഴിഞ്ഞു പോലും. വെളുപ്പാങ്കാലത്ത് കാന്താരി ചമ്മന്തിയും കപ്പ ഒഴുകിയതും ചുക്കുകാപ്പിയായിട്ടുള്ള ഒരു പിടി. ആഹാ, എടാ നമുക്ക് പിള്ളേരുടെ കൂടെ കരോളിന് പോയാലോ? ഓ, പഴയതുപോലെ ഒരു ഉഷാറില്ലടാ, എന്തോ ഒരു ധൈര്യക്കുറവ്. ധൈര്യമൊക്കെ ഇപ്പൊ വരും. ആ വന്നല്ലോ. ഹായ്. നിങ്ങൾ ഏജ് ഓവറാന്ന് പറഞ്ഞപ്പോ ഇത്രയും ഓവറാന്ന് ഞാൻ വിചാരിച്ചില്ലേ. അതിന് അവർക്ക് അധികം പ്രായമൊന്നുമില്ല. അവർക്ക് തല കളർ ചെയ്തേക്കുക. ഏത് കളർ? വൈറ്റ് കളർ. രണ്ടെണ്ണം കൊടുത്താൽ മതി. എവിടെ ചത്ത് പോയി കഴിഞ്ഞാൽ 1000 രൂപ ഷെയർ മേടിച്ചാൽ നീ പോടാ. എന്റെ പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഹായ് ഹായ്. ഒഴിയടാ പിള്ളേരെ, ഒഴിച്ചടിക്കടാ. യേശു പറഞ്ഞിട്ട് അടിക്കുള്ളൂ. അടുത്ത പറ്റിൽ പറയാം. എടാ മക്കളെ, ഈ സാധനം ബോഡ്ക്കയാ, സിപ്പ് സിപ്പായിട്ട് അടിക്കേണ്ട സാധനമാണ്. എന്നാ നാളെ തൊട്ട് ബീവറേജിൽ നിന്ന് സിപ്പപ്പിന്റെ കവറിനകത്താക്കി തരാൻ പറയാം. ഇപ്പൊ സിപ്പ് സിപ്പായിട്ട് ഞുണയാലും പുളി അടിച്ചടിക്കുന്നില്ല. മോനെ, ഈ സാധനം കൂടുതൽ അടിക്കരുത്, പിള്ളേരുണ്ടാക്കില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ സാധനം ഇതിനു വേണ്ടി അങ്ങ് നിങ്ങൾ കൂടുതൽ അടിക്കരുത്. ഞങ്ങൾ പിള്ളേർക്ക് ഉണ്ടാകത്തില്ല. എടാ പറഞ്ഞു ഒഴിയടാ. എന്റെ 1000 രൂപ മേടിച്ചു 3 പേരും മൂഞ്ചാച്ചാ മതി. എടാ മക്കളെ, അപ്പാപ്പനൊരാഗ്രഹം, എന്റെ വണ്ടി ഒന്ന് ഓടിക്കാൻ പോടാ. വണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല. അതൊന്നും വണ്ടി തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എടാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ പോകാൻ വണ്ടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെക്കാളും പ്രായമുള്ള വണ്ടി അത്. പിന്നെ കുറൊന്നും എടുത്ത് കുറ അവരുടെ ആഗ്രഹമില്ല. എന്നാ നിങ്ങളുടെ വണ്ടി ഉണ്ട്? എന്റെ വണ്ടി കൊടുക്കാത്തില്ല. അത് പുതിയ വണ്ടി ഞങ്ങളുടെ അച്ചാച്ചൻ മറക്കൂടും. താഴെ മതി. വാട ഉദ്ദേശിച്ചേ. ഇന്നലെ പോയതാ അപ്പച്ചൻ. ഇനി ആ ചെന്നിത്തലയിലുള്ള ആന്റിയുടെ വീട്ടിൽ വല്ലതും പോയാന്നോ? ഞാൻ അവിടെയൊക്കെ വിളിച്ചായിരുന്നു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. നീ എന്നെ വെറുതെ ടെൻഷൻ ആക്കാതെ. ഞാൻ അപ്പച്ചൻ വിളിക്കുന്നു. അപ്പച്ചൻ എവിടെയാ? എന്റെ പൊന്നപ്പച്ച, ഇത് എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ബാക്കിയുള്ളവർ ഇവിടെ തീ തിന്നുവാ. അത് മോളെ, ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. കുരിയച്ചൻ വിളിച്ചപ്പോ ഞാൻ അവരുടെ വീട്ടിലോട്ടേക്ക് പോന്നു. നിങ്ങക്ക് അപ്പച്ചന്റെ ബർത്ത്ഡേ ഒന്ന് ഓർത്ത് വെച്ചൂടെ? അപ്പച്ച നമുക്ക് ബർത്ത്ഡേയും ക്രിസ്മസും ഒക്കെ ഇവിടെ ആഘോഷിക്കാം. ഞങ്ങള് വേളാങ്കണ്ണി വരെ ഒന്ന് പോവാ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ന്യൂ ഇയർ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വരാം. അതെ. അല്ല അപ്പച്ച. ശരി അപ്പച്ച, അപ്പച്ചൻ പോയിട്ട് വരും കേട്ടോ. ശരി മോളെ. എന്തോ വസിപ്പിച്ചത് അപ്പച്ച ഇത്രയെന്ന് പറഞ്ഞ ഈ വീട്ടിനകത്ത് ഇരിക്കുന്നത്? പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഒന്നും അല്ലെങ്കിൽ ഒരു ദൈവിക കാര്യത്തിനല്ലേ. മോനെ, ഗോവയിലെ വാഗ ബീച്ച് വരെ പോവാൻ എത്ര രൂപയുടെ പെട്രോൾ അടിക്കണം? ഗോവയ്ക്കോ? നിങ്ങൾ വേളാങ്കണ്ണി പോകുന്നില്ല എന്നോട് പറഞ്ഞു. അങ്ങനാണേ ഓക്കെ. നീ വണ്ടി ഗോവയ്ക്ക് വാഗ ബീച്ചേക്ക്.